നിർമ്മാണ പ്രവൃത്തികൾക്കായി അടച്ചിട്ട തൃശൂർ മണലൂർ പഞ്ചായത്തിലെ കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് തുറക്കാത്തതിനാൽ യാത്രികർ ദുരിതത്തിൽ. 1.5 മാസമായി ബസ് സ്റ്റാൻഡ് അടഞ്ഞുകിടക്കുകയാണ്. ബസ് സ്റ്റാൻഡിനകത്തെ കോൺക്രീറ്റ് ജോലികൾക്കായാണ് ബസ് സ്റ്റാൻഡ് പൂട്ടിയത്. വിഷയത്തിൽ പഞ്ചായത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ബസ് സ്റ്റാൻഡ് അടച്ചിട്ടതോടെ പൊതുവെ ഗതാഗത തിരക്കേറിയ കാഞ്ഞാണിയിൽ 4 ഭാഗത്തേക്കും ആളുകളെ കയറ്റാൻ ബസ് നിർത്താൻ ഇടമില്ലാതായി. ഇതോടെ ഗതാഗത കുരുക്കിൽ ജനം വലഞ്ഞു. 100-ലധികം ബസ്സുകൾ വന്നുപോകുന്ന ബസ് സ്റ്റാൻഡാണിത്. നിർമ്മാണം പൂർത്തീകരിച്ച ഈ മാസം ബസ് സ്റ്റാൻഡ് തുറന്നു നൽകുമെന്ന മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. എന്നാൽ പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ബസ് സ്റ്റാൻഡ് തുറന്നില്ല. ബസ് സ്റ്റാൻഡ് തുറക്കാത്തതിനാൽ ദുരിതമനുഭവിക്കുകയാണ് യാത്രക്കാർ. ഇത് ഏകദേശം ഒരു 2 വർഷത്തിലധികമായി നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ് തകർന്നു കിടക്കുന്നത്. അന്ന് പോലും പരിഹാരം കാണാത്ത ഈ പഞ്ചായത്ത് ഭരണാധികാരികൾ, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റാകട്ടെ മറ്റുള്ളവരാകട്ടെ, ഇതിന് വേണ്ടിയിട്ട് ഇതെന്താണിത്, ഇതിൻ്റെ ശോചനീയാവസ്ഥ എന്ന് പഠിക്കാൻ പോലും തയ്യാറാവാതെ ഒരു ജനകീയ പ്രക്ഷേപത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പുതിയതായി ഒന്ന് നവീകരിക്കാൻ തീരുമാനിച്ചത്. ഈ ഓണത്തിൻ്റെ അടുത്ത് വന്ന് ഈ ബസ് സ്റ്റാൻഡ് അടച്ച് പൊളിച്ച് ഇങ്ങനെ ഒരു സംവിധാനം, കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത്. ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സംവിധാനം ഉണ്ടാക്കുമ്പോൾ ഈ ഓണത്തിന് മുൻപ് ഈ പണി തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, സാധാരണക്കാരെ വലയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാധാരണക്കാരുടെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ, ഇതൊക്കെ അതിന് ബാധിച്ചിട്ടുണ്ട്. അറ്റകുറ്റപ്പണിക്കായി അടച്ച ബസ് സ്റ്റാൻഡിൽ മഴ പെയ്താൽ കുട ചൂടാതെ നിൽക്കാനാവില്ല. മേൽക്കൂരകളെല്ലാം ചോർന്നൊലിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇക്കാര്യങ്ങളിലും പരിഹാരം കാണാൻ പഞ്ചായത്തിനായില്ല. 2 പ്രാവശ്യം ടെൻഡർ വിളിച്ചെങ്കിലും ഏറ്റെടുക്കാൻ ആളില്ലാത്തതാണ് കാരണമായി പറയുന്നത്. എത്രയും പെട്ടെന്ന് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിച്ച യാത്രികർക്കായി തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ.